ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 37-ാം അധ്യായത്തിന്റെ 5-ാം വചനം, വഴി യഹോവയെ ഫലമേൽപ്പിക്കുക. വഴി യഹോവയെ ഫലമേൽപ്പിച്ചാലുള്ള ഒരു പ്രത്യേകത, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. നമ്മുടെ യാത്രകളിൽ യഹോവയെ, ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മളൊന്ന് നടന്നേ. ദൈവം നമ്മുടെ കാര്യം നോക്കിക്കൊള്ളും. പത്രോസ് ഒരിക്കൽ തന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുവാൻ ഇടവന്നു, അവൻ നമ്മെ കരുതുന്നവനാകിയാൽ സകല ഉത്കണ്ഠകളും ആകുലതകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന്. എന്തുകൊണ്ടാണ് പത്രോസ് അങ്ങനെ പറഞ്ഞത്? പത്രോസ് തന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ കർത്താവിനെ ഫലമേൽപ്പിച്ചില്ല. ഫലമേൽപ്പിക്കാത്തപ്പോൾ അവൻ പരാജിതനായി. അവൻ തിബിരിയോസ് എന്ന കടൽ തീരത്ത് പഴയ വള്ളവും വലയും എടുത്ത് രാത്രി മുഴുവൻ വലവീശി ഒന്നും കിട്ടാതെ പരാജിതനായി നിൽക്കുന്ന സമയത്താണ് യേശു അവരുടെ മുമ്പിലേക്ക് കടന്നു വന്ന്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുവാനും, കിട്ടിയില്ലെന്ന് അറിയുന്ന കർത്താവ് അവരോട് പറയാണ്, നിങ്ങൾ വീശിയെടുത്ത് വീശിയാൽ കിട്ടിയല്ല, ഞാൻ പറയുന്നിടത്ത് വീശുമ്പോൾ അത് കിട്ടും. അതാണ് യഹോവയുടെ വഴി. ആ വഴി ദൈവത്തിന് ഫലമേൽപ്പിച്ചുകൊണ്ടാ പോകുന്നെങ്കിലുണ്ടല്ലോ, ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടക്കും. അപ്പോൾ പത്രോസിന്റെയൊക്കെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് പ്രിയമുള്ളവരെ കണ്ടത്. യേശു അവരുടെ കണ്ണു തുറപ്പിച്ചു. നമ്മുടെ യാത്രകളിൽ നമ്മുടെ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്താലുണ്ടല്ലോ, നമ്മുടെ ജോലികളിൽ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് ജോലി ചെയ്താലുണ്ടല്ലോ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കർത്താവിനെ ഏൽപ്പിച്ച് ചെയ്താലുണ്ടല്ലോ, നമ്മളല്ല അവിടെ കർത്താവ് പ്രവർത്തിക്കും. കുഞ്ഞുങ്ങൾ പരീക്ഷയൊക്കെ എഴുതാൻ വേണ്ടി പോകുമ്പോൾ കർത്താവിനെ ഏൽപ്പിച്ചൊന്ന് പോക്കിയേ, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു പോയിക്കേ. കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ദൈവം അവിടെ നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു തരുന്നത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത്, ഇതാ ഞാൻ നിന്റെ വാതിൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് തുറന്നു തന്നാലുണ്ടല്ലോ, ഞാൻ നിന്റെ കൂടെ വരും. നമ്മളൊന്ന് നമ്മുടെ അടുക്കൽ വന്ന കർത്താവിന് ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കാമോ? അവൻ നമ്മുടെ അടുക്കൽ വന്ന്, പ്രിയമുള്ളവരെ, നമ്മോട് കൂടെ ഇരിക്കുന്ന നമ്മുടെ കർത്താവിനെ കാണാൻ കഴിയും. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. കണ്ടോ, വഴിക്കൊരു ജീവനുണ്ടെന്ന് കരുതിയേ. വഴിക്ക് ജീവനുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരോടെങ്കിലും വഴി ചോദിക്കുമോ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവനുള്ള ഒരു വഴി യേശുക്രിസ്തുവിലൂടെ നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. പുതുവഴി തുറന്നു തന്നു. ജീവന്റെ വഴിയാ. വഴിക്ക് ജീവനുണ്ട്. നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ജീവനുണ്ട്. ആ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവാണ് പ്രിയമുള്ളവരെ. അവനിലാണ് നമ്മൾ ഇത് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ആരാധിച്ച് മടങ്ങേണ്ടത്. നമ്മളെ ബലപ്പെടുത്തുന്നവന്റെ സന്നിധിയിൽ പ്രഭാതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചേ, അവർ പോകുന്ന വഴികളെ ഏൽപ്പിച്ചേ, അവർ ചെയ്യുന്ന പ്രവൃത്തികളെ ഒന്ന് ഏൽപ്പിച്ചേ, അവരുടെ പഠനകാര്യങ്ങളെ ഒന്ന് ഏൽപ്പിച്ചേ, അവരുടെ ജോലി കാര്യങ്ങളെ ഒന്ന് ഏൽപ്പിച്ചേ, അവരുടെ വിവാഹ കാര്യങ്ങളെ ഒന്ന് ഏൽപ്പിച്ചേ. വിദൂര ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ അവരുടെ സ്വഭാവങ്ങൾ മോശമാകാത്ത വിധം അവരെ അനുഗ്രഹിക്കുന്നവന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചേ. നമ്മളിവിടെ അസ്വസ്ഥപ്പെടേണ്ട. ഉള്ളംകൈ താങ്ങുന്ന നമ്മുടെ കർത്തന്റെ കരങ്ങളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റി പോകില്ല പ്രിയമുള്ളവരെ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരായി വളരും. അവരും പ്രാർത്ഥിക്കുന്നവരായി മാറും പ്രിയമുള്ളവരെ. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ കൊടുത്തു പ്രാർത്ഥിക്കാം. അവർ എത്ര പൈസയുണ്ടെങ്കിലും എത്ര അധ്വാനികളായാണെങ്കിലും ദൈവകൃപയിലല്ല കടന്നു പോകുന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ പരാജിതരായി മാറാൻ സാധ്യതയുണ്ട്.
എന്നാൽ ദൈവകരത്തിലാണ് പ്രാർത്ഥിച്ചാണ് കടന്നു പോകുന്നെങ്കിൽ, യഹോവയിൽ ഫലമേൽപ്പിച്ചാ പോകുന്നെങ്കിൽ അവൻ നമ്മുടെ വഴി തുറക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, അനുഗ്രഹീതമായ നല്ലൊരു ദിവസം നീ ഞങ്ങൾക്ക് ഒരുക്കി തരുമ്പോൾ നിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും പകരപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളും വിവിധ ആഗ്രഹത്തോടെയും നിന്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ഇതാ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളുടെ എല്ലാം ഫലമേൽപ്പിച്ചാ പ്രാർത്ഥിക്കുന്നത്. ഇത് കേൾക്കുന്നവരിലേക്ക് നിന്റെ അനുഗ്രഹം ഇറങ്ങി വരട്ടെ, അവിടുത്തെ ശക്തി കൊണ്ട് നിറയ്ക്കട്ടെ. യേശു മഹത്വം എടുക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.